എല്ലാവർക്കും നമസ്കാരം. മൈ സ്കൂട്ടർ വേൾഡിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2024 മോഡൽ ഹോണ്ടയുടെ ഒരു 350 സെഗ്മെൻറ്റിലെ സ്റ്റാർട്ടിംഗ് വെഹിക്കിളായ ഹൈനസിൻ്റെ ഡിലക്സ് വേരിയൻ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ കളറിൻ്റെ പേര് ഗ്ലോസി ബ്ലാക്ക് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് തരാം. ഇതിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് എത്രയാണ്, അതുകൂടാതെ EMI ഡൗൺ പേയ്മെൻറ്റ്, എന്തൊക്കെ അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. ഹൈനസ് മോഡലിൻ്റെ ഫ്രെയിമിൻ്റെ പേര് തന്നെ ഹാഫ് ഡ്യൂപ്ലെക്സ് ക്രാഡിൽ ഫ്രെയിം എന്നാണ്. നമുക്കിതിൻ്റെ ഫ്രണ്ട് സൈഡിൽ നിന്ന് തന്നെ നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം, ഡിസൈൻ്റെ ഫീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ വണ്ടിയുടെ മിറേഴ്സ് തന്നെ പ്രീമിയം ക്രോം മിറേഴ്സാണ്, ക്രോം പ്ലേറ്റ് ആയിട്ടുള്ള അടിപൊളി മിറേഴ്സാണ് തരുന്നത്. ലിവറുകളും അതുപോലെ തന്നെ ഫുൾ മെറ്റൽ ലിവറാണ്, അലൂമിനിയം മെറ്റലിൽ മെയ്ഡ് ചെയ്ത ലിവേഴ്സാണ് നമുക്ക് ലഭിക്കുന്നത്. അത് ബ്രേക്ക് ലിവർ ആയിക്കോട്ടെ, ക്ലച്ച് ലിവർ ആയിക്കോട്ടെ, എല്ലാം തന്നെ പ്രീമിയം ടച്ചാണ് ഫുള്ള് നമുക്ക് കമ്പനി ഫീൽ ചെയ്യാനായിട്ട് തരുന്നത്. അതുപോലെ തന്നെ ആക്സിലേറ്ററും ഡ്യുവൽ കേബിൾ യൂസ് ചെയ്തിട്ടുള്ള പുതിയ ടൈപ്പ് ആക്സിലേറ്ററാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിന് USB പോർട്ട് അവൈലബിൾ ആണ്. USB ചാർജ് ചെയ്യാനുള്ള പോർട്ടാണ് ആ മീറ്ററിൻ്റെ സൈഡിലേക്ക് തെറിച്ചിരിക്കുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് LED ലൈറ്റ്സ് ആണ്, ഹെഡ് ലൈറ്റ്സ് LED ലൈറ്റ്സ് ആണ്, റിയർ ടെയിൽ ലാമ്പ് എല്ലാം തന്നെ LED ആണ് നമുക്ക് ലഭിക്കുന്നത്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഒരു ഫയർ റിങ്ങിൻ്റെ ഷേപ്പിലുള്ള LED ലൈറ്റ്സിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ലഭിക്കുന്നത്. കൂടാതെ ഹെഡ് ലൈറ്റ് ആയിക്കോട്ടെ, ഇൻഡിക്കേറ്റർ ലൈറ്റ് ആയിക്കോട്ടെ, ഓൾ ടൈം ഓൺ ആയിരിക്കും, ഫുൾ ടൈം ഓൺ ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കും കംഫർട്ടിനും സ്റ്റെബിലിറ്റിക്കും ആയിട്ട് ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ ലോങ് ആയിട്ടുള്ളതും തിക്കായിട്ടുള്ള സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഹൈലി സ്റ്റേബിൾ ആയിരിക്കും വാഹനം. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഓഫ് റോഡിങ്ങിന് പോയാൽ തന്നെയും യാതൊരു ബുദ്ധിമുട്ടോ ചാട്ടോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. വാഹനത്തിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഫുൾ മെറ്റൽ ആണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് മഡ് ഗാർഡ്. അത് അഡീഷണൽ ആയിട്ട് ക്ലാമ്പിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സാധാരണ ഈ ഒരു സെഗ്മെൻറ്റിലെ വണ്ടികളിൽ ഉള്ളതിനേക്കാളും ഫെൻഡറിന് വലിപ്പം കൂടുതലായിരിക്കും, വലിപ്പമുള്ള മഡ് ഗാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ മാക്സിമം ഡേർട്ടും അഴുക്കൊന്നും ആവാതിരിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വണ്ടിക്ക്. വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയർ വരുന്നത് 100-90-19 സൈസ് ട്യൂബ്ലെസ് ടയറാണ് വരുന്നത്. MRFൻ്റെ സാപ്പർ സീരീസ് ടയറാണ് നമുക്ക് ലഭിക്കുന്നത്. 19 ഇഞ്ച് ലൈറ്റ് സ്പോക്ക് വരുന്ന അടിപൊളി അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് 310 mm ഡിസ്ക് ബ്രേക്ക് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് നിസിൻ ബ്രാൻഡിൻ്റെ കാലിപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ ഡ്യുവൽ ചാനൽ ABSൻ്റെ സപ്പോർട്ട് നമുക്ക് ഈ വാഹനത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സേഫ്റ്റി ഫീച്ചേഴ്സ് ലോഡായിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ ഹോണ്ടയുടെ ഹൈനസ് CB350 എന്ന് പറയുന്നത്. നമ്മൾ ഏത് സൈഡിൽ നോക്കിയാലും ആദ്യമായിട്ട് നമുക്ക് എന്താ പറയുക, ഒരു അട്രാക്ഷൻ തോന്നിക്കുന്ന ഈ വാഹനത്തിൻ്റെ പെട്രോൾ ടാങ്ക് തന്നെയാണ്. അതുകൂടാതെ ഒരു അപ്പിയറൻസുമാണ്. നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 166 mm ആണ്. ആകെ വെയിറ്റ് 181 കിലോഗ്രാമേ വരുന്നുള്ളൂ. എന്താ പറയുക, സീറ്റ് ഹൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ 800 mm മാത്രമേ സീറ്റ് ഹൈറ്റ് വരുള്ളൂ. അതുപോലെ തന്നെ സീറ്റ് കുറച്ച് പതിഞ്ഞ സീറ്റും ആയതുകൊണ്ട് നമുക്ക് പൊക്കം കുറഞ്ഞ ആൾക്കാർക്ക് പോലും സുഖമായിട്ട് വണ്ടി കയറാനും വണ്ടി സ്റ്റാൻഡിൽ നിന്ന് ഇറക്കാനും ഓടിക്കാനും തിരിച്ചു കൊണ്ടു നോക്കാനും അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ടോട്ടൽ വീൽ ബേസ് 1441 mm ആണ് വണ്ടിയുടെ ആകെ വീൽ ബേസ് വരുന്നത്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള അപ്പിയറൻസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം കേട്ടോ. വാഹനത്തിൻ്റെ ഈ മസ്കുലർ ആയിട്ടുള്ള ഫ്യൂൾ ടാങ്കിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി വരുന്നത് 15 ലിറ്ററാണ്. E20 ഫ്യൂൽ സപ്പോർട്ടറാണ് നമ്മുടെ വണ്ടിയിൽ. 2025 തൊട്ട് വരാൻ പോകുന്ന 20% എത്തനോളുള്ള E20 ഫ്യൂല് നമുക്കിപ്പോഴേ നമ്മുടെ വണ്ടിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഹോണ്ടയുടെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സ്വിച്ചസിൻ്റെ ക്വാളിറ്റിയാണ്. ഹെവി പ്രീമിയം ക്വാളിറ്റി സ്വിച്ചസാണ് നമുക്ക് ലഭിക്കുന്നത്. അത് കൂടാതെ ഒരു കാര്യം എടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ഹോണ്ടയുടെ എന്നല്ല, ഇപ്പോൾ KTM വരുന്ന പോലെ പ്രീമിയം വണ്ടികളെല്ലാം വരുന്നതാണ് ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ച് താഴെയായിരിക്കും, അതിൻ്റെ മുകളിലായിട്ട് ഹോണ്ട സ്വിച്ച് വരുന്നുണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ അവൈലബിൾ ആണ്. ഹസാർഡിൻ്റെ ബട്ടണും നമ്മുടെ വണ്ടിയിൽ അവൈലബിൾ. ഒത്തിരി ഫീച്ചേഴ്സ് ലോഡായിട്ടുള്ള ഒരു സെമി ഡിജിറ്റൽ ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട് നമ്മുടെ ഹൈനസിൽ. ഇതിൽ അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. ABS നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വലത്തെ സൈഡിലാണ് ട്രാക്ഷൻ കൺട്രോളിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓണും ഓഫും കാര്യങ്ങളെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ ന്യൂട്രൽ ലൈറ്റ്, ABSൻ്റെ വാർണിംഗ് ഉണ്ട്. ഈ ഒരു ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ഓണും ഓഫും ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ന്യൂട്രൽ ലൈറ്റ്, ABSൻ്റെ വാർണിംഗ് കാര്യങ്ങളെല്ലാം കാണിക്കും. ഇപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്താലും ABS കത്തി കിടക്കും. ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞാൽ മാത്രമേ ABSൻ്റെ ഈ വാർണിംഗ് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ABS മാൽ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കരുത് കേട്ടോ. പിന്നെ എടുത്ത് പറയുന്ന മറ്റു കാര്യങ്ങളെന്ന് വെച്ചാൽ വാഹനത്തിൻ്റെ ടോട്ടൽ കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഓഡോമീറ്ററിൽ. ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ കാണിക്കും, ക്ലോക്ക്, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എക്കോണമി, അങ്ങനെയുള്ള സകല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. ഈ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സും തന്നെ ഫ്യൂൾ മെറ്റലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫൈബർ പാർട്സ് വളരെ കുറവാണ്. പിന്നെ ഇനി നമുക്ക് എഞ്ചിൻ കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത് സിംഗിൾ സിലിണ്ടർ 4 സ്ട്രോക്ക് എയർ കൂൾഡ് എഞ്ചിനാണ്. ഹോണ്ടയുടെ പേറ്റൻറ്റഡ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. 348 cc ആണ് നമ്മുടെ എഞ്ചിൻ വരുന്നത്. മാക്സിമം പവർ നമുക്ക് ഒരു 21 bhp പവർ കിട്ടുന്നുണ്ട്. മാക്സിമം ടോർക്ക് 30 Nm ആണ്. 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്ലിപ്പർ ക്ലച്ച് അവൈലബിൾ ആണ്. നമുക്ക് സ്റ്റാർട്ടിങ്ങിനും സ്റ്റോപ്പിങ്ങിനും മാത്രമേ ക്ലച്ച് പിടിക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത സമയത്ത് ക്ലച്ച് പിടിക്കാതെ തന്നെ നമുക്ക്
വണ്ടിയുടെ ഗിയർ ചേഞ്ച് ചെയ്യാവുന്നതാണ്. 0 to 100 എത്താനായിട്ട് വെറും 12.55 സെക്കൻഡ് മാത്രം വരത്തുള്ളൂ. ടോപ്പ് സ്പീഡ് വരുന്നത് 121 km/h ആണ്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 35 to 45 മൈലേജ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതൊരു പ്രോപ്പർ 2024 മാനുഫാക്ചർ ചെയ്ത വാഹനമാണ്. വാഹനത്തിൻ്റെ സൈലൻസർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഫുള്ള് ക്രോം പ്ലേറ്റ് ആയിട്ടുള്ളൊരു ഒരു പ്രീമിയം സൈലൻസറാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൂടാതെ ഇതിൻ്റെ ഈ ഫുഡ് റെസ്റ്റ് ആയിക്കോട്ടെ, ഫുഡ് റെസ്റ്റുകളെല്ലാം തന്നെ അലൂമിനിയം മെറ്റലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഹൈ ലൈഫ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നല്ല പ്രീമിയം ലുക്കും നമുക്ക് വണ്ടിയിൽ കിട്ടുന്നതാണ്. 5 സ്പീഡ് ട്രാൻസ്മിഷനാണ് നമ്മുടെ വണ്ടിയിൽ ഓൾറെഡി വരുന്നത്. 2023 തൊട്ടിറങ്ങിയ ഹൈനസിൽ ഒരു അഡീഷണൽ ഫീച്ചേഴ്സ് ഇപ്പോൾ ലോഡ് ചെയ്തിട്ടുണ്ട്. ESS എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഒരു 50 km മേളിൽ സ്പീഡിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ നമ്മുടെ വാഹനത്തിൻ്റെ 4 ഇൻഡിക്കേറ്റർ ഒരുമിച്ച് അങ്ങ് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ബാക്കിൽ വരുന്ന വണ്ടിക്കാർക്ക് നമുക്ക് അറിയാൻ പറ്റും ഇവർ പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് ഒതുക്കുകയാണ്. അപ്പോൾ അവരെ ഇൻഫോം ചെയ്ത് സേഫായിട്ട് യാത്ര ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ വാഹനത്തിൻ്റെ റിയർ സൈഡ് സസ്പെൻഷൻ വരുന്നത് ട്വിൻ ഹൈഡ്രോളിക് സസ്പെൻഷനാണ്. അത് 5 പോയിൻ്റ് ഈ സ്പ്രിങ്ങിൻ്റെ ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഫുള്ള് സാരി ഗാർഡും ലഭിക്കുന്നുണ്ട്. ബാക്ക് സൈഡ് ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ ഫുൾ LED ആണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സീറ്റാണ്. ഒരു ഹൈലി കംഫർട്ടബിൾ ആയിട്ടുള്ള കുഷനിങ്ങും പാഡിങ്ങും വരുന്ന ഒരു അടിപൊളി സീറ്റാണ് ലഭിക്കുന്നത്. സ്പ്ലിറ്റ് സീറ്റാണ് ലഭിക്കുന്നത്. ഹൈറ്റ് 800 mm മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 5-5.5 അടി പൊക്കം തൊട്ടുള്ള ആൾക്കാർക്ക് സുഖമായിട്ട് വണ്ടിയിൽ കയറിയിരുന്ന് യാത്ര ചെയ്യാനും വണ്ടി തിരിച്ച് സ്റ്റാൻഡിൽ വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് സീറ്റിൻ്റെ ലെങ്ത്ത് 628 mm മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 2 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. വാഹനത്തിൻ്റെ റിയർ സൈഡ് ടയറിൻ്റെ പ്രൊഫൈൽ 1 ഉള്ള ടയറാണ്. 130/70/18 ട്യൂബ്ലെസ് ടയേഴ്സാണ് ലഭിക്കുന്നത്. MRFൻ്റെ സാപ്പർ സീരീസിലുള്ള ടയേഴ്സാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിക്കുന്നത്. 18 ഇഞ്ച് അലോയ് വീൽസ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് റിയർ സൈഡും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. 240 mm ഡിസ്ക് ബ്രേക്കാണ് നമുക്ക് ലഭിക്കുന്നത്. സെയിം ടു സെയിം ഫ്രണ്ടിലെ നിസിൻ എന്ന് പറഞ്ഞ കമ്പനിയുടെ തന്നെയാണ് ബാക്ക് സൈഡിലും ഫ്രണ്ടും ബാക്കും നമുക്ക് കാലിപ്പർ ലഭിക്കുന്നത്. നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ബാക്ക് സൈഡും ABS സപ്പോർട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS സപ്പോർട്ട് നമുക്ക് ബാക്ക് സൈഡിലും ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഇനി നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എൻജിൻ്റെ ശബ്ദം കൂടെ ഒന്ന് കേട്ട് നോക്കാം. ക്ലാസിക് 350 ഓടിച്ചിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ പുതിയതായിട്ട് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും കൂടുതൽ ഈ വണ്ടിയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് വെച്ചൊരു കമ്പാരിസൺ പറഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് ടോർക്ക് കൂടുതൽ എനിക്ക് CB 350 ഹൈനസിലാണ് കുറച്ചുകൂടി ഫീൽ ചെയ്തത്. സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നമുക്ക് നല്ലപോലെ ടോർക്ക് ലഭിക്കുന്നത്. ഒരു പവർ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ ഗിയർ ഇട്ട് ഇത്തിരി വലിഞ്ഞു വരാനായിട്ട് സമയം എടുക്കും. പക്ഷേ ഇതിന് ആ ഒരു പ്രശ്നമൊന്നുമില്ല. വണ്ടി ഇൻസ്റ്റൻറ്റേനിയസ് സ്റ്റോക്കാണ്. അതുപോലെ തന്നെ മൈലേജും അത്യാവശ്യമുണ്ട്. ഹോണ്ടയുടെ സർവീസ് എല്ലായിടത്തും അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ചീപ്പറായിരിക്കും ബുള്ളറ്റിനെ അപേക്ഷിച്ച് നോക്കും എന്നൊക്കെയാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. എക്സാക്റ്റായിട്ട് അറിയണമെങ്കിൽ നമ്മളൊരു വണ്ടി എടുത്ത് ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഫീച്ചേഴ്സ് പറഞ്ഞു തരാനുള്ളത്. ഈ വാഹനത്തിൻ്റെ ഓൺ റോഡ് കോസ്റ്റ് അതെ നമുക്ക് ലാസ്റ്റായിട്ട് അറിയേണ്ടത് ഓൺ റോഡ് കോസ്റ്റ് ആണല്ലോ. 250,860 ആണ്. 2,00,000 രൂപ ആണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു 35 രൂപ 40 രൂപ ഒക്കെ ഡൗൺ പേയ്മെൻറ്റ് അടക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വണ്ടി ഫിനാൻസ് ഇട്ട് റോഡിൽ ഇറക്കാവുന്നതാണ്. നമുക്കൊരു 3 വർഷം, ചില നല്ല പ്രൊഫൈലുള്ള ആളുകൾക്ക് 5 വർഷം വരെ ഫിനാൻസ് അവൈലബിൾ ആണ്. ഒരു 7,000 രൂപ 8,000 രൂപ റേഞ്ചിൽ EMI സെറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഫിനാൻസിൻ്റെയും എക്സ്ചേഞ്ചിൻ്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ആരെങ്കിലും കോൺടാക്ട് ചെയ്യുക. അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താങ്ക് യു.